അപ്പൊ നമ്മളെല്ലാരും കൂടെ അടിപൊളിയായിട്ട് ഒരുങ്ങിയിട്ട് വരാം. ബൈ ബൈ ബൈ. അപ്പൊ ഇതാണ് ഐഷുന്റെയും ഇക്കുമോന്റെയും ഡ്രസ്സ് കേട്ടോ. അപ്പൊ ഞാനാണ് ഫസ്റ്റ് ആയിട്ട് ഒരുങ്ങാൻ പോയിരിക്കുന്നത്. ഉണ്ണിയേട്ടൻ ഫസ്റ്റ് എന്ന് പറഞ്ഞ പോലെ ഫസ്റ്റ് ഞാൻ അങ്ങോട്ട് ഒരുങ്ങാൻ പോയി. ഇല്ലെങ്കിലുണ്ടല്ലോ ഇവരും ആരെ ഒരുക്കി വരുമ്പോഴേക്കും സമയം പോകും, വണ്ടിയും വരും. എനിക്കൊട്ട് മര്യാദക്ക് ഒരുങ്ങാനും പറ്റത്തില്ല. അതെയാണ് എന്നിവിടെ നടക്കാറുള്ളത്. അതുകൊണ്ട് ഫസ്റ്റ് ഞാൻ തന്നെ റെഡി ആവാന്ന് വിചാരിച്ചേട്ടോ. അപ്പോൾ ഇല്ലെങ്കിൽ പിന്നെ അച്ഛൻ്റെ വായിരിക്കുന്ന ചീത്ത മുഴുവൻ ഞാൻ കേൾക്കേണ്ടി വരും. അപ്പം നമ്മൾ ഫസ്റ്റ് റെഡി ആയിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ പിന്നെ ലാസ്റ്റാണ് ഐഷുവിനെ ഒരുക്കാറുള്ളൂ. ഇതിലുണ്ടല്ലോ ഇട്ട ഡ്രസ്സൊന്നും അവൾക്ക് ഇഷ്ടപ്പെടത്തില്ല. ഒക്കെ അഴിച്ച് വെക്കിപ്പിക്കലാണ് പരിപാടി. അപ്പോൾ ലാസ്റ്റാണ് അവൾക്ക് ഡ്രസ്സ് ഇട്ട് കൊടുക്കുള്ളൂ. അത് ഇക്കുമോൻ റെഡിയായി. അപ്പോൾ ഇതൊക്കെ ഞങ്ങൾ എല്ലാവരും ഒരുങ്ങി ഇറങ്ങി പോകുന്നത് എവിടേക്കാണെന്ന് വെച്ചാൽ നമുക്കിന്നൊരു ഹൗസ് വാമിംഗ് ഉണ്ട്, കയറി താമസമുണ്ട് കേട്ടോ. അവിടേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞങ്ങൾ റെഡിയാവുന്നത്. അപ്പോൾ അത് കണ്ണൂർ മേലെ ചൊവ്വയാണ് കേട്ടോ സ്ഥലം വന്നിരിക്കുന്നത്. അപ്പം എവിടെയാണെന്ന് പോലും ഒരു ഐഡിയ ഇല്ലാതെ ഇരിക്കുകയാണ്. ഏതായാലും നമുക്ക് ചോദിച്ച് പോവാം എന്ന് പറയുന്ന പോലെ ചോദിച്ചാട്ടോ എത്തിയേക്കുന്നത് അവിടേക്ക്. അപ്പോൾ ഇച്ചിരി കുറച്ച് ദൂരം തന്നെയുണ്ട്. ആദ്യമായിട്ട് പോകുന്നതുകൊണ്ടാവാം നമുക്ക് വഴികളൊന്നും മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. എങ്ങനെയൊക്കെയോ അവിടെ എത്തി എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ കുറച്ച് ദൂരം അങ്ങ് എത്തിയപ്പോഴേക്കുണ്ടല്ലോ നിറയെ ആമ്പൽ പൂത്ത് നിൽക്കുന്നുണ്ടായിരുന്നു ഒരു സ്ഥലത്തേക്ക്. എന്തൊരു ഭംഗിയാണെന്നറിയാം. അവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കുകയാണെങ്കിൽ നല്ല അടിപൊളിയായിട്ടുണ്ടാകുമായിരുന്നു. പക്ഷെ നമുക്കതിനൊന്നും സമയമില്ലായിരുന്നു കേട്ടോ. വെള്ള ആമ്പലായിരുന്നു നിറയെ. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഐഷു അങ്ങ് സൈഡായി. നല്ല ഉറക്കമായി പുള്ളി. അപ്പോൾ ഞാൻ ഇന്നത്തെ യാത്ര ഇവിടെ അവസാനിക്കുക കേട്ടോ. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരാം. ബൈ.